ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇന്നൊരു മിഷൻ പരിചയപ്പെട്ടാലോ? ഇന്ന് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഈ ചപ്പാത്തി കുഴയ്ക്കുന്ന ഒരു മിഷൻ പരിചയപ്പെടാം നമുക്ക്. ഇതാണ് ആ മെഷീൻ. ഇതിലാണ് നമ്മൾ മാവ് ഇടുന്നത്. ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്യണം. നല്ല ഫിറ്റ് ആയോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഇളകിപ്പോവും. എന്നിട്ട് ഈ ഒരു സാധനം ഇത് വെക്കാം. ഇതാണ് ഇങ്ങനെ കറങ്ങി ഇത് കുഴയ്ക്കാൻ നമുക്ക് പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് ഇതിലോട്ട് നമുക്ക് തട്ടാം. ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ഒരിക്കലും സാൾട്ട് ഇടാറില്ല. സാൾട്ട് ഇടാതെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. കറിയുടെ സാൾട്ട് കൊണ്ടിട്ട് ചപ്പാത്തിക്ക് രുചി കൂടുകയുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ സാൾട്ട് ഇടാറേ ഇല്ല. പിന്നെ കുറച്ച് ബട്ടർ ചേർക്കാറുണ്ട്. വേറെ എണ്ണയോ നെയ്യോ വേറെ ഒന്നുമല്ല ചേർക്കുന്നത്, ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. ഇനി ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഉള്ളതാണ് ഇതിൻ്റെ നമ്പേഴ്സ്. നമുക്ക് എത്ര സ്പീഡിൽ വേണോ ആ സ്പീഡിൽ ഇത് കൊണ്ട് നിർത്താം. പിന്നെ ഈ സ്ഥലം ഇവിടെ കാണിക്കൂ. ഈ സ്ഥലം ലോക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. ഈ ബട്ടൺ ഇങ്ങോട്ട് വയ്ക്കുമ്പോഴാണ് ഇത് ലോക്കായി ഫിറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ സമയത്ത് ഇതിനെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാ ആ ബട്ടർ പീസ് ഒന്ന് പൊടിഞ്ഞ് മാവുമായിട്ട് ചേരാനാണ് ചെറുതായിട്ടൊന്ന് ഒരു സെക്കൻഡ് ഇങ്ങനെ ഒന്ന് കറക്കിയാൽ മതി. പിന്നെ നമുക്ക് വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് കൊടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം കാണണമെങ്കിൽ അപ്പൊ ഇനി ഒരു കുറച്ച് ടൈം ഇത് മാവൊന്ന് കുഴഞ്ഞ് കിട്ടാൻ, ഇത് ചപ്പാത്തിക്ക് ആയി കിട്ടാൻ കുറച്ച് ടൈം വേണം. അങ്ങനെ നമ്മുടെ മാവ് 3 മിനിറ്റ് കൊണ്ട് റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തിക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് ഈ സൈഡിലുള്ള ഇത് ഓപ്പൺ ചെയ്തിട്ട് മാവിനെ എടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ 3 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ. ഞാൻ 3 മിനിറ്റ് ഒന്നും പറഞ്ഞെങ്കിലും 3 മിനിറ്റ് പോലും ആയിട്ടില്ല സംഭവം. ചപ്പാത്തിക്ക് കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 2-3 കാര്യം നമുക്കിന്ന് പരിചയപ്പെടാമെന്ന്. ആദ്യത്തെ കാര്യം ഇപ്പൊ കാണിച്ചതാണ്. വേറെ കാര്യം, പുറത്ത് നല്ല മഴയും ഇടിയും ഒക്കെ മിന്നലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ അങ്ങോട്ട് ഇറങ്ങാൻ, ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പുറത്തു പോയി കാണിക്കാനുള്ള കാര്യമാണ്. അത് വേറൊരു ദിവസമാകാം. ബൈ.